മാന്യ സദസ്സിന് നമസ്കാരം. ആദരണീയരെ അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഈ പരിസ്ഥിതി ദിനത്തിൽ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏതാനും ചില വാക്കുകൾ സംസാരിക്കുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആദിമ മനുഷ്യന്റെ അവസാന ഭൂമിയായിരുന്നു കാട്. എന്നാൽ കാലം കടന്നു ചെല്ലുന്തോറും മനുഷ്യൻ പുരോഗതിയിലേക്ക് കടന്നു പോകുമ്പോൾ കാടുകൾ നാടുകളായി മാറി. കൃഷിക്കും വാസസ്ഥലങ്ങൾക്കും വേണ്ടിയാണ് ആദ്യകാലങ്ങളിൽ മനുഷ്യൻ വനങ്ങൾ വെട്ടി നശിപ്പിച്ചത്. എന്നാൽ ഇന്നത് ചൂഷണത്തിലേക്ക് മാറിയിരിക്കുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടങ്ങളിൽ കേരളത്തിൽ മാത്രം 75% വനഭൂമി ഉണ്ടായിരുന്നു. എന്നാൽ ഇത് 20-ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോൾ 50% കുറഞ്ഞു. ഈ കാലഘട്ടങ്ങളിൽ ഒട്ടനവധി വനഭൂമി കയ്യേറ്റങ്ങളും നശീകരണവും ഉയർന്ന തോതിൽ നടക്കുകയാണ്. അമിതമായി വനസമ്പത്തുകൾ കൊള്ളയടിക്കുന്നത് മൂലം അതുമായി ബന്ധപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് നശിക്കുന്നത്. ഇന്നത് മനുഷ്യനെ അത്രമാത്രം ബാധിച്ചില്ല എങ്കിലും ഭാവിയിൽ നമ്മുടെ തലമുറ തന്നെയാകും അത് അനുഭവിക്കുക. മണ്ണിനെ സംരക്ഷിക്കുന്നതിലും അതിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നതിലും കാടുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. മണ്ണൊലിപ്പ് തടയാനുള്ള സ്വാഭാവിക മാർഗം കൂടിയാണ് കാടുകളുടെ വളർച്ച. പ്രകൃതിയിൽ ഫലപ്രദമായി ഇടപെട്ട് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും വനങ്ങളുടെ പങ്ക് വളരെയധികം വലുതാണ്. കൂടാതെ ശുദ്ധവായു ലഭിക്കാതെ മനുഷ്യനെ ഈ ഭൂമിയിലെ ആവാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചാണ്. നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ നൽകുന്നതും സസ്യങ്ങൾ തന്നെയാണ്. വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് മനുഷ്യനും മരങ്ങളും തമ്മിലുള്ള ഈ പാരസ്പര്യ ബന്ധം തകരുവാൻ ഇടയാക്കും. ശുദ്ധവായുവിന് വേണ്ടി മനുഷ്യന് പുതിയ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. വനസംരക്ഷണത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ കുലപതി KM മുൻഷി വനമഹോത്സവം ആരംഭിച്ചു. എന്തിനേയും ചടങ്ങുകളാക്കി മാറ്റാൻ സാമർഥ്യമുള്ള നാം അതിനെയും അവ്വിധമാക്കി മാറ്റി. നിരവധി പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ കൊണ്ടുവന്നു എങ്കിലും ഇന്നും അതിനെ ലംഘിക്കുന്നവർ വിരളമല്ല. വനം ഒരു വരമെന്ന മന്ത്രം നമ്മുടെ ജീവിത മന്ത്രമായി തിരിച്ചറിഞ്ഞ് വനസംരക്ഷണത്തിനായി പുതുതലമുറയെങ്കിലും പ്രവർത്തിച്ചു തുടങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിനായി നമുക്ക് മുന്നിട്ടിറങ്ങാം. നന്ദി, നമസ്കാരം.